ഹായ് CA ഫൗണ്ടേഷൻ സ്റ്റുഡൻസ്, ഇറ്റ്സ് എക്സാം ടൈം അല്ലേ? ഇനി ഒരു വീക്ക് സമയം കൂടെ എക്സാമിനുള്ളൂ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ തീർത്തു, മാരത്തോണൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അക്കൗണ്ട്സ് ഓൾറെഡി തീർന്നു. ഇപ്പോൾ യൂസുഫ് സാറിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സസ് ആണ്, അതുപോലെ തന്നെ ലോൻ്റെ ക്ലാസ്സസും മാരത്തൺ സെഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ എല്ലാവരും അവസാനഘട്ട പ്രിപ്പറേഷൻസിലൂടെ കടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇനിയുള്ള ഓരോ നിമിഷവും വളരെ ക്രൂഷ്യലാണ്. സോ ഗിയർ അപ്പ് യുവർ പ്രിപ്പറേഷൻസ്, റിവൈസ് ഓൾ ദ ടോപ്പിക്സ് യു സ്റ്റഡീഡ്. നമ്മൾ എന്ത് ചെയ്തില്ല എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു വറിയൊന്നും വേണ്ട. ബിക്കോസ് തിങ്ക് അബൌട്ട് വാട്ട് യു ഹാവ് ഡൺ. നമ്മൾ ചെയ്തതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇറ്റ്സ് അബൌട്ട് പാസിങ് ദ എക്സാം അറ്റ്ലീസ്റ്റ്, അല്ലേ? ഏറ്റവും കുറഞ്ഞ നമ്മൾ പാസ്സായാൽ മതി. അപ്പോൾ നമ്മുടെ ഒരു പെർഫെക്റ്റ് പ്ലാൻ ഒന്നും വർക്കൗട്ട് ആയില്ല എങ്കിലും നമ്മൾ പാസ്സാവാനുള്ളതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫ്ലോയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളും പഠിച്ച് മുന്നോട്ട് പോവുക. ഉറപ്പായിട്ടും നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് പുറത്തിറങ്ങി വരാൻ പറ്റുക തന്നെ ചെയ്യും. നിങ്ങളെല്ലാവരും ഇപ്പോൾ റിവിഷൻ സ്റ്റേജിലൂടെ ആയിരിക്കും കടന്ന് നീങ്ങുന്നുണ്ടാവുക. വാട്ട് ഐ വാണ്ട് ടു ടെൽ യു ഇസ് ദാറ്റ് മേക്ക് യുവർ റിവിഷൻസ് പ്ലാൻഡ് ആൻഡ് സ്ട്രക്ചേർഡ്. കാരണം ഏതെങ്കിലുമൊക്കെ ടോപ്പിക്ക് നമ്മൾ മിസ്സായി പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഓവറോൾ എക്സാം കോൺഫിഡൻസിനെ എഫക്റ്റ് ചെയ്യും. ഇനി പ്രോബ്ലം പേപ്പർ, അക്കൗണ്ട്സ് പേപ്പറൊക്കെ പോലത്തെ പേപ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ പ്രോബ്ലമൊക്കെ ചെയ്തിട്ട് റിവൈസ് ചെയ്യാനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത് നോക്കുക. സ്പെഷ്യൽ പോയിന്റ്സ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്തിട്ട് മൈൻഡിൽ എന്ത് ചെയ്യുക, ഒന്ന് കയറ്റി വെക്കുക. ദാറ്റ് വിൽ ബി ഇനഫ് ടു പാസ്. അഡീഷണലി എക്സാം ഈസ് നോട്ട് അബൌട്ട് ഹൗ മച്ച് യു ഹാവ് ലേൺഡ്, ഇറ്റ്സ് അബൌട്ട് ഹൗ യു പ്രൂവ് യുവർ സെൽഫ്. അതും ആ ഒരു 3 hours ടൈമിനുള്ളിൽ. സോ നമ്മുടെ പ്രസൻറ്റേഷനും ടൈം മാനേജ്മെൻറ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്ററാണ് ഒരു എക്സാമിലോട്ട് വരുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റേഷനും അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മോക്ക് എക്സാമിനേഷൻ. എക്സാം പ്രിപ്പറേഷനിൽ എല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് മോക്ക് എക്സാം. നമ്മൾ നല്ലൊരു ഫുഡ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി സെർവ്ഡ് അപ്രോപ്രിയേറ്റ്ലി, അല്ലേ? അപ്പോഴേ അത് ഫിനിഷ് ആവുള്ളൂ. അപ്പോൾ മോക്ക് എക്സാം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ എക്സാമിനേഷൻ പ്രിപ്പറേഷനിൽ. ഫൈനലി കഴിഞ്ഞ 6 months ആയിട്ടുള്ള നിങ്ങളുടെ എഫേർട്ടിൻ്റെ എല്ലാം ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത്. CA എക്സാം ടഫാണ്. പാസ് റേറ്റ് ബിലോ 30% ഉള്ളൂ. സോ വൺ തിങ് യു ക്യാൻ മേക്ക് ഷുവർ ഈസ് ദാറ്റ് നിങ്ങൾ പാസ്സാവുമെന്നല്ല, മറിച്ച് നിങ്ങളുടെ എല്ലാ എഫേർട്ടും നിങ്ങൾ ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങൾ അഷ്യൂർ ചെയ്യേണ്ടത്. റിസൾട്ട് മേ ബി എനിത്തിങ്, ബട്ട് യു മസ്റ്റ് അഷ്യൂർ ദാറ്റ് യു ഹാവ് പ്രൊവൈഡഡ് യുവർ 100%. പാസ്സാവുകയോ ഫെയിൽ ആവുകയോ എന്നുള്ളത് നെക്സ്റ്റ് വരുന്ന മാറ്ററാണ്. നെവർ ലൂസ് യുവർ കോൺഫിഡൻസ്. ദാറ്റ് 2 magical letters CA ഒരു ദിവസം നിങ്ങളുടെ നെയിമിന് പ്രിഫിക്സ് ആയിട്ട് വരിക തന്നെ ചെയ്യും. ഓൾ ദി ബെസ്റ്റ്.